ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ തന്ത്രി കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രിയാക്കുന്നത് പരിശോധിക്കാൻ വിദഗ്ധ സമിതി. വിദഗ്ധരായ തന്ത്രിമാർ അടങ്ങുന്നതാണ് സമിതി. ബ്രഹ്മദത്തിന് താന്ത്രിക രംഗത്ത് കഴിവുണ്ടോ എന്ന് പരിശോധിക്കും. വിദഗ്ധ സമിതി റിപ്പോർട്ട് ഹൈക്കോടതിയെ അറിയിക്കും. MG പ്രതീഷുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. പ്രതീഷ്, രണ്ട് കാര്യങ്ങളുണ്ട്, നിയമപ്രശ്നങ്ങളുണ്ട്, താന്ത്രിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വിവാദമായിരിക്കുന്ന വിഷയമൊക്കെ ആയതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയൂ, അല്ലേ? ശ്രുതി, തീർച്ചയായും ഇന്ന് ശബരിമലയിലെ തന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ശബരിമല തന്ത്രിയായി ബ്രഹ്മദത്തിനെ തിരഞ്ഞെടുക്കണമോ എന്ന കാര്യത്തിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബ്രഹ്മദത്തിന് താന്ത്രിക കഴിവുണ്ടോ എന്ന് പരിശോധിക്കാനാണ് വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. വിദഗ്ധരായ തന്ത്രിമാർ അടങ്ങുന്നവരായിരിക്കും ഈ സമിതിയിൽ ഉണ്ടാകുന്നത്. ഈ നിയമപ്രശ്നങ്ങളും താന്ത്രിക പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നത്. ഒപ്പം ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഈ മാസം 27-ാം തീയതിയാണ് ഇനിയും ഹൈക്കോടതിയിൽ ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ ഈ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഈ ഒരു പരിശോധന നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. നേരത്തെ ഭൂരിപക്ഷ അഭിപ്രായം ബ്രഹ്മദത്തനെ തന്ത്രിയാക്കുക എന്നതായിരുന്നു. പക്ഷേ CPM അംഗം എതിർപ്പുന്നയിച്ചതോട് കൂടിയാണ് പിന്നീട് ഹൈക്കോടതിയിലേക്കും ഇപ്പോൾ ഒരു വിദഗ്ധ സമിതിയിലേക്കും തീരുമാനം നീളാൻ കാരണം. വ്യക്തമാണ്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ന്യൂസ് ബസിന്റെ സമയമാണ്.